ഞാൻ എന്റെ വ്യക്തിത്വം വിട്ടിട്ട് 1 കോടി അല്ലെങ്കിൽ 1000 കോടി ആരാണ് ഞാൻ എന്റെ വ്യക്തിത്വം നമ്മുടെ ആറ്റിറ്റ്യൂഡ് ഒരു മനുഷ്യന്റെ ഹ്യൂമാനിറ്റി അത് വിട്ടിട്ട് പരിപാടിയില്ല. എനിക്ക് സിനിമ ചെയ്യാൻ നോക്കില്ല. എന്റെ പേഴ്സണാലിറ്റി വിട്ടിട്ട് ഞാൻ മരിക്കുമ്പോൾ നല്ല ഹാപ്പിയോടെ മരിച്ചുകൊണ്ട് എന്തിനാണ് നേരത്തെ ഈ ചൊടിഞ്ഞൊന്നും. 60 വയസ്സുള്ള ഉമ്മയുടെ പ്രായമുള്ള ഒരു സ്ത്രീയെ ഷിയാസ് കരീം ലൈംഗികമായിട്ട് ദുരുപയോഗം ചെയ്തു എന്നുള്ളതാണ് പരാതി. ഷിയാസ് കരീമിന് അതിന്റെ ആവശ്യമുണ്ടോ? ഷിയാസിക്കയാണ് അവർക്കെതിരെ ആദ്യം പരാതി കൊടുത്തതെന്ന് എനിക്ക് പോലീസിൽ നിന്ന് അറിയാൻ പറ്റി. ടൂളാണ് മുകേഷ്. സ്ത്രീകൾക്ക് പൊതുവെ ഒരു ടൂളായി മാറി. കാര്യം അവരുടെ ഫോട്ടോയോ അവരുടെ ഇതൊന്നും വരില്ല. അപ്പൊ അവർക്ക് ഈസിയാണ് ഈ പരിപാടി. അപ്പൊ ഞാൻ എന്ത് പറയാനാണ്, ഇത് നമുക്കിതിൽ ഫൈറ്റ് ചെയ്യാന്നല്ലാതെ വേറൊരു ഓപ്ഷൻ ഇല്ല. കാര്യം ധൈര്യമായി മുന്നോട്ട് പോകും. നമ്മളെല്ലാം കൂടെ ഉണ്ട്. കാരണം ഇതൊക്കെ നമ്മൾ സ്ഥിരം കാണുന്നതാണ്. പൈസ കടം കൊടുത്തിട്ട് തിരിച്ചു ചോദിക്കുമ്പോൾ റേപ്പ് അക്യൂസേഷൻ അതെല്ലാം നടക്കുന്നതാണ്. ഇത് സംഭവം സ്വർണ്ണമാണ് ബ്രോ. കാര്യം നമ്മള് സ്വന്തമായിട്ട് തന്നെ അങ്ങനെ കുറച്ച് അവര് ആക്ച്വലി എന്താ പറയുക, ഇവർ ഭയങ്കര മിസ്റ്റേക്കാണ്. എന്റെ ഒരു കേസ് റേപ്പ് കേസ് എല്ലാത്തിന്റെയും തെളിവുകൾ ഷിയാസ് ഭായിയുടെ ഉണ്ടെന്ന് എനിക്കറിയാം. തെളിവുണ്ടെന്ന് പിന്നെ പേടിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് വീട്ടിൽ വന്ന എന്റെ ഉമ്മാനും ഭാര്യയും സ്വന്തമായി നമ്മൾ CCTV ഉള്ള വീടിന് മുമ്പിൽ വെരി ഗുഡ്. പക്ഷെ ഇതാണ് ഈ ഒരു കാലയളവാണ്. ഈ വാർത്ത വന്ന് നമ്മൾ നിരപരാധിയാണെന്ന് തെളിയിക്കുന്നതിന് അതിനിടയിൽ നമുക്കിടയിൽ ഒരു കാലയളവുണ്ട്. ഈ കാലയളവാണ് ഇവര് നമ്മളെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കാൻ ശ്രമിക്കുന്നത്. പല ആൾക്കാരും നമ്മൾ ഇതിനിടയിൽ ജഡ്ജ് ചെയ്യാൻ ശ്രമിക്കും. അത് സത്യമാണ്. ഞാൻ ഇവരുടെ കേസ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ തെളിവ് ഞാൻ മുകേഷ് അയച്ചു. തീർച്ചയായും. കാരണം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന പലരും നമ്മളിത് കമന്റ് ചെയ്തു. അപ്പൊ ഞാൻ പല വീഡിയോകളിലും പോയി ഇതൊരു വ്യാജ കേസാണോ ജെന്യുവൻ കേസാണോ എന്ന് അറിയാതെ നിങ്ങൾ ആരും ഈ കേസ് ജഡ്ജ് ചെയ്യാൻ നിൽക്കരുത്. ഇത് ജഡ്ജ് ചെയ്യാൻ വേറെ ജഡ്ജിയും പോലീസും അന്വേഷിക്കാൻ പോലീസും ഉണ്ട്. നമ്മളുടെ ജോലിയല്ല. എനിക്ക് കേരള പോലീസിലും ലോകത്തിലും നല്ല വിശ്വാസമുള്ള ആളാണ്. കാര്യം ഞാൻ സെയിം സാധനം ഫൈറ്റ് ചെയ്ത് അത് ജയിച്ച ആളാണ്. ധൈര്യമായിട്ട് മുന്നോട്ട് പോകും ഷിയാസ് ഭായി. ഒന്നും പേടിക്കാനില്ല. നമ്മുടെ കാര്യങ്ങൾ ശുദ്ധമാണെങ്കിൽ ആർക്കും ഉണ്ട്. അറിയാം ഷിയാസ് ഭാവ് കൂടെ ഉണ്ടാവും. എന്തായാലും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ. എന്ത് സഹായത്തിനും കൂടെ ഉണ്ടാവും ഷിയാസ് ഭാവ്. ഓക്കെ, 60 വയസ്സുള്ള ഉമ്മയുടെ പ്രായമുള്ള ഒരു സ്ത്രീയെ ഷിയാസ് കരീം ലൈംഗികമായിട്ട് ദുരുപയോഗം ചെയ്തു എന്നുള്ളതാണ് പരാതി. ഷിയാസ് കരീമിന് അതിന്റെ ആവശ്യമുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. ഷിയാസ് കരീം ഈ സ്ത്രീക്കെതിരെ നേരത്തെ പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഷിയാസ് കരീമിന്റെ ഉമ്മയുടെയും ഭാര്യയുടെയും സ്വർണം വാങ്ങിച്ച് തിരിച്ചു കൊടുക്കുന്നില്ലെന്ന്. അപ്പൊ അതിന്റെ പ്രതികാരമായിട്ടാണ് ഈ പരാതി കൊടുത്തത്. ഷിയാസ് കരീം പ്രണയം നടിച്ച് 65 ലക്ഷം രൂപ തട്ടിയ കേസിൽ റിയാലിറ്റി ഷോ താരവും മോഡലുമായ ഷിയാസ് കരീം പരാതിക്കാരിക്ക് അയച്ചതായി പറയുന്ന ശബ്ദ സന്ദേശം പുറത്ത്. ജിമ്മിന്റെ നവീകരണത്തിനടക്കം പണം ആവശ്യപ്പെടുന്നതാണ് ഈ സന്ദേശത്തിൽ പറയുന്നത്. ഈ 1 പിന്നെ 10 തന്നായിട്ടാ ഒരുമിച്ച് വന്നാൽ മതി, അല്ലെങ്കിൽ പണി പാടും. പോടി ഒന്ന് കൊഞ്ചാതെ എന്നെ വരില്ലാന്ന്. മരണം വരെ ഞാൻ പറഞ്ഞു, നീ എന്റെ മരണം വരെ ഞാൻ നിന്റെ മരണം വരെ ഉണ്ടാവും. മരിച്ച പിന്നെ നമ്മൾ ആരും ശല്യപ്പെടുത്തൂല. ഇൻഷാ അല്ലാഹ് അത് ജിം എന്തായാലും ഞാൻ സെറ്റാക്കി. ഞാൻ നിന്റെ 20 ലക്ഷം രൂപയില് അത് തീർക്കണം എന്ന് എന്റെ മനസ്സ് പറഞ്ഞ. ഇൻഷാ അല്ലാഹ് അത് തീർക്കും എന്ന് പ്രതീക്ഷിക്കാം. ഇനിയിപ്പോ കുറച്ച് പൈസ കൂടുതലാണെങ്കിൽ നമുക്ക് നീ എന്തായാലും ചെയ്തേ ഉള്ളൂ. അത് ഓക്കെ ആവും എന്റെ മനസ്സ് പറഞ്ഞു. ബാക്കി ഇത്തിരി ടൈറ്റ് വരെയിരിക്കും. എന്തായാലും ഇൻഷാ അല്ലാഹ് റെഡിയാക്കി എടുക്കണം. എന്തായാലും അത് അക്കൗണ്ട് വഴി 1 ലക്ഷം 10 ലക്ഷമൊക്കെ 5 ലക്ഷമൊക്കെ അല്ലെങ്കിൽ 20 ലക്ഷമൊക്കെ ഇടുമ്പോൾ ഒരു സോഴ്സ് ചോദിക്കും. അതിനുമ്പോ നമ്മളെന്ന് പറഞ്ഞാല് നീ എനിക്ക് പൈസ തന്നിട്ട് ആവശ്യത്തിന് മാത്രം അക്കൗണ്ട് ഇടുക, എന്നിട്ട് അത് അപ്പൊ തന്നെ ട്രാൻസ്ഫർ. അപ്പൊ നമുക്ക് പറയാലോ ജിമ്മിന്റെ വർക്കിന്റെ പൈസ അങ്ങനെ പറയാൻ പറ്റും. അതങ്ങനെ ചെയ്തോളൂ. അങ്ങനെ ചെയ്താൽ നല്ലത്. അല്ലെങ്കിൽ റിസ്ക് എടുക്കാൻ പറ്റില്ല എനിക്ക് കേട്ടോ. ശരി. കഴിഞ്ഞ ദിവസമാണ് യുവതി പാലാരിവട്ടം പോലീസിൽ പരാതി നൽകിയത്. പ്രണയം നടിച്ച് ലക്ഷങ്ങൾ തട്ടി എന്നതായിരുന്നു ഈ പരാതിയിലെ പ്രധാനപ്പെട്ട കാര്യം. ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഈ പരാതി പരിശോധിച്ച് കേസ് രജിസ്റ്റർ ചെയ്തു. ഈ സംഭവം നടന്നിരിക്കുന്നത് കോഴിക്കോടാണ്. അവിടേക്ക് അത് കൈമാറുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് ചില ശബ്ദ സന്ദേശങ്ങൾ പുറത്തേക്ക് വരുന്നത്. ഷിയാസ് കരീം പരാതിക്കാരിക്ക് അയച്ചതായി പറയുന്ന ശബ്ദ സന്ദേശങ്ങളാണിത്. അതായത് ജിമ്മിന്റെ നവീകരണത്തിനടക്കം പണം ആവശ്യപ്പെടുന്നതാണ് ഈ ശബ്ദ സന്ദേശത്തിൽ. പലപ്പോഴായി പണം ആവശ്യപ്പെടുന്നുണ്ട്. ആ വോയിസ് ക്ലിപ്പുകളിൽ അക്കാര്യങ്ങൾ സൂചിപ്പിക്കുന്നു എന്നതാണ് വ്യക്തമാകുന്നത്. ഇതോടൊപ്പം ഈ ബാങ്ക് അക്കൗണ്ട് വഴിയല്ലാതെ നേരിട്ട് പണം നൽകണം എന്നതടക്കമുള്ള കാര്യങ്ങളും ഈ ഷിയാസ് പറയുന്നതായി ആ ഓഡിയോയിൽ ഉണ്ട്. കൂടാതെ ഈ ബന്ധം പുറത്തറിയരുത് തുടങ്ങിയ കാര്യങ്ങളും അതിൽ ഉണ്ടായിട്ടുണ്ട്. ഈ പരാതിക്കൊപ്പം ഇത് സംബന്ധിച്ചുള്ള ഇത്തരത്തിലുള്ള ഡിജിറ്റൽ തെളിവുകൾ കൂടി പരാതിക്കാരി പോലീസിന് കൈമാറിയിട്ടുണ്ട്. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. നിലവിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസ് പ്രകാരം ചുമത്തിയിരിക്കുന്ന വകുപ്പുകൾ എന്ന് പറയുന്നത് 1 സ്ത്രീത്വത്തെ അപമാനിക്കൽ,
മറ്റൊന്ന് ഭീഷണിപ്പെടുത്തൽ, അതോടൊപ്പം തന്നെ സാമ്പത്തിക വഞ്ചന, ഇതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ചുമത്തിയിരിക്കുന്നത്. ഈ സംഭവം നടന്നിരിക്കുന്നത് കോഴിക്കോട് പോലീസ് സ്റ്റേഷൻ അല്ലെങ്കിൽ ചേവായൂർ പോലീസ് സ്റ്റേഷൻ ലിമിറ്റിലാണെന്നാണ് വ്യക്തമാകുന്നത്. അതുകൊണ്ട് അങ്ങോട്ട് കൈമാറിയിരിക്കുകയാണ്. പ്രണയം നടിച്ച് ലക്ഷങ്ങൾ തട്ടി, അതോടൊപ്പം തന്നെ അശ്ലീല ദൃശ്യങ്ങളടക്കം പുറത്തുവിടുമെന്ന് ഭീഷണിപ്പെടുത്തി തുടങ്ങിയ കാര്യങ്ങളാണ് ഈ പരാതിയിൽ പ്രധാനമായും പറയുന്നത്. എന്തായാലും നേരത്തെ ദിവിഷ് സൂചിപ്പിച്ചതുപോലെ ഇതിനു മുൻപും ചില പരാതികളും വിവാദങ്ങളും ഒക്കെ ഉണ്ടാവുകയും ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. അതിനു പിന്നാലെയാണ് മറ്റൊരു പരാതി കൂടി ഇപ്പോൾ ഷിയാസ് കരീമിനെതിരെ, മോഡലും അതോടൊപ്പം തന്നെ റിയാലിറ്റി ഷോ താരവുമായ ഷിയാസ് കരീമിനെതിരെ വന്നിരിക്കുന്നത്. ഈ പരാതി വരികയും കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തതിനു പിന്നാലെ ഷിയാസ് കരീം ഒരു വോയിസ് മെസ്സേജുമായി രംഗത്ത് വന്നിരുന്നു. ഈ പരാതി അടിസ്ഥാനരഹിതമാണ് തുടങ്ങിയ വാദഗതികളൊക്കെ ഉന്നയിച്ചുകൊണ്ടായിരുന്നു ആ കാര്യങ്ങൾ പുറത്തേക്ക് വന്നത് ഷിയാസ് കരീം. എന്തായാലും നിലവിൽ ഇപ്പോൾ പാലാരിവട്ടം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആ കേസ് ചേവായൂർ പോലീസിന് കൈമാറിയിരിക്കുകയാണ്. ഈ ഡിജിറ്റൽ തെളിവുകളടക്കം പോലീസിന് മുന്നിലേക്ക് വന്നിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികളിലേക്ക് നീങ്ങും എന്നതാണ് പോലീസ് സംഘം വ്യക്തമാക്കുന്നത്. ഈ അറസ്റ്റ് അടക്കമുള്ള നടപടി വേഗത്തിൽ ഉണ്ടാകുമോ, അതോ കൂടുതൽ തെളിവുകൾ ശേഖരത്തിലാണോ പോലീസ് ഇപ്പോൾ? ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ തെളിവുകൾ ശേഖരിക്കുന്നുണ്ട്. ആ തെളിവുകളിൽ പ്രധാനപ്പെട്ടതായി മാറാൻ പോകുന്ന ഒരു തെളിവുകൾ കൂടിയാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത്. ഇതും പോലീസിന് കൈമാറിയിട്ടുണ്ട്. ഇതിന്റെ കാര്യങ്ങളടക്കം പരിശോധിക്കുന്നു. ഒന്ന്, ഈ സാമ്പത്തിക ചൂഷണം എന്ന ഒരു കാര്യം ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഇത്തരത്തിൽ സ്ത്രീത്വത്തെ അപമാനിക്കലും അതോടൊപ്പം ഭീഷണിപ്പെടുത്തലും എന്നതടക്കമുള്ള കാര്യങ്ങൾ കൂടി വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ നടപടികളിലേക്ക് പോകുമെന്നാണ് പോലീസ് സംഘം വ്യക്തമാക്കുന്നത്. നമ്മൾ പാലാരിവട്ടം പോലീസുമായി ബന്ധപ്പെട്ടു, പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം ഇൻസിഡന്റ് ഒക്കർ ചെയ്തിരിക്കുന്നത് അവിടെയാണ്. അതുകൊണ്ട് അങ്ങോട്ട് 0 FIR രജിസ്റ്റർ ചെയ്ത ശേഷം അങ്ങോട്ട് കൈമാറിയിട്ടുണ്ട്. അവരായിരിക്കും കോഴിക്കോട് ചേവായൂർ പോലീസായിരിക്കും ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള അറസ്റ്റ്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, തുടർ നടപടികളൊക്കെ സ്വീകരിക്കും.